ബില്ല് കാണിച്ചു തരട്ടാ. വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പൊ എല്ലാവരും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്കൊരു ബിസി ഡേ ആണ് കേട്ടോ. എന്റെ വെയിലടേ ഹായ് ബൈ ഒരുമിച്ച് പറഞ്ഞത് എവിട്ടാ നീ പോട്ടാ ബൈ. കാശി ഇവിടെ ഉണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് കുറച്ച് പർച്ചേസ്. അയ്യോ മോനെ അപ്പോൾ വിഷ്ണു ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി അകത്തോട്ട് പോയതാണ്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. കാശി ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെ ആരുമില്ല. അമ്മയും ചേച്ചിയും ചേട്ടനും എല്ലാവരും ജോലിക്ക് പോയി. അപ്പോൾ കാശി ഇവിടെയാണ് നിൽക്കണത്. ഇപ്പോൾ അങ്ങനെ തന്നെ കേട്ടോ. അവർ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് കാശീനെ ഇവിടെ കൊണ്ടാക്കും. അപ്പോൾ നമ്മൾ പോത്തക്കൊണ്ടോട്ട് പോവുകയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കാണിച്ചിട്ട് എല്ലാ വീഡിയോ കാണിച്ചു. ഇപ്പോൾ നമ്മൾ പോണത് ഫസ്റ്റ് ബാങ്കിൽ പോകണം, ക്യാഷ് എടുക്കണം, പിന്നെ നമുക്ക് കുറച്ച് പർച്ചേസിങ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അതെനിക്കാണ്. ഉച്ചയാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര കട്ട വെയിലാണ്. വിഷ് പറയൂ. മുരട്ട വെയിലാണ്. പറ എന്തെങ്കിലും പറ. പോടാ. അപ്പം നമുക്ക് ഹെൽമെറ്റ് വെച്ചിട്ട് ഇനി പോത്തൻകുണ്ടോട്ടാണ് പോകണം. അവിടെ നിന്ന് വിഷ്ണുവിന് 2 വട്ടം അല്ലല്ലേ 1 വട്ടം അല്ലേ 1 വട്ടം 3-4 വട്ടം കിട്ടി. എന്നെ കൊണ്ട് പോയത് തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് ബാങ്കിൽ കയറണം കേട്ടോ. ബാങ്ക് ഇവിടെ ചേങ്കോട്ടോണത്താണ്, അപ്പുറത്തെ തന്നെ. എന്തായാലും ബാക്കി അങ്ങോട്ട് പോയിട്ട് കളിക്കാം. അപ്പോൾ എനിക്ക് ഗ്രാമീൺ ബാങ്കിലാണ് കേട്ടോ അക്കൗണ്ട് ഉള്ളത്. അപ്പം നമ്മളവിടെ എത്തിയിട്ടുണ്ട്. വിഷ്ണുവിടെ വണ്ടി അപ്പുറത്ത് വെച്ചിട്ടാണ് വന്നത്. ഇവിടെ വെക്കാനുള്ള സൗകര്യമില്ല. നമുക്ക് എന്തായാലും മേലോട്ട് കയറാം. അങ്ങനെ നമ്മൾ ബാങ്കിലോട്ട് പോകാൻ പോവുകയാണ്. ലക്ഷമല്ല കോടി പിടിച്ചു. അങ്ങനെ നമ്മൾ ഗൈസ് ബാങ്കിൽ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ വിഡ്രോൾ ഫോം കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഞാനാണെങ്കിൽ അക്കൗണ്ട് നമ്പർ എഴുതിയപ്പോഴത്തേക്ക് തെറ്റിപ്പോയി. അപ്പോൾ അതിൻ്റെ പുറത്തൂടെ ഒന്നും കൂടെ എഴുതിയപ്പോഴത്തേക്ക് അവരെന്നെ കൊണ്ട് അവിടെ സൈനൊക്കെ ചെയ്യിപ്പിച്ചേട്ടാ. അങ്ങനെ ക്യാഷ് വാങ്ങിക്കാൻ വേണ്ടി അങ്ങനെ നിൽക്കുവാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ വന്ന ക്യാഷൊക്കെ മാക്സിമം സേവ് ചെയ്യാനാണെന്ന് നോക്കണം കേട്ടോ. അങ്ങനെ ഒരുപാടൊന്നും ഭയങ്കരമായിട്ടൊന്നും ചിലവാക്കിയൊന്നുമില്ല. അങ്ങനെ എനിക്കെന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ഒരു സാധനങ്ങളും അങ്ങനെ വാങ്ങിക്കാറില്ല. ആകെ ഓണത്തിന് ആ ഗോൾഡ് എടുത്ത് തന്നെ. അല്ലാണ്ട് എനിക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സാധനങ്ങൾ വാങ്ങിക്കില്ല. ഫുൾ വീട്ടിലത്തേക്ക് അങ്ങനത്തെയൊക്കെ എന്താണ് എനിക്കറിയാം. നമ്മളൊരു കുടുംബമായിട്ടിരിക്കുമ്പോൾ മാക്സിമം നമ്മൾ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് എനിക്ക് എല്ലാം ചിലവാക്കണത്. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്നിട്ട് മാക്സിമം സേവ് ആക്കാൻ പറ്റുന്നത് മാക്സിമം ഞാൻ സേവ് ചെയ്യാനും നോക്കുവേ. ഷൈന കുറേ നാളിന് ശേഷം ഒരു ഷൂ വാങ്ങിച്ചേട്ടോ. അത് ഇടണമെങ്കിൽ ഷൈനയ്ക്ക് 1 മണിക്കൂർ വേണം. ഇവിടെ അതുകൊണ്ട് ഇരുന്നില്ല. വീട്ടിലാണെങ്കിൽ നിന്നിട്ടിട്ട് പറ്റില്ലെങ്കിൽ അവിടെ തറയിൽ കയറി ഇരുന്നിടും. ഒരു ഷൂ ഇടാറുണ്ട്. കെട്ടില്ലെങ്കിൽ ഒരു വാഴവള്ളി എടുത്ത് വെച്ച് നീ കെട്ട്. അല്ലെങ്കിൽ ഈ വള്ളി എടുത്തോ, ഈ വള്ളി എടുത്തോ, കെട്ട്. എന്നാ പിടിച്ചോ. ഷൈനയെ പോലെ ഡെമോ മാത്രമേ ഉള്ളൂ. മുട്ട അടിക്കാം. ഇതോ അപ്പുറത്താണ് വിഷ്ണു വണ്ടി വെച്ചിരുന്നത്. അപ്പം ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാൻ. ഇവിടെയാണെങ്കിൽ നമുക്ക് വണ്ടി വെക്കാൻ പറ്റൂല കേട്ടോ. എപ്പോഴാണ് അപ്പുറത്തൊരു കടയാണ്. അപ്പോൾ അപ്പുറത്ത് എപ്പോഴാണ് വണ്ടി വരണമെന്ന് പറയാൻ പറ്റത്തില്ല. വലിയ ലോഡൊക്കെ കൊണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ബാങ്കിൽ വന്നാലും ഇവിടെ ബാങ്കിൻ്റെ ഈ സൈഡിലും ആ കടയുടെ ഫ്രണ്ടിലൊന്നും വണ്ടി വയ്ക്കില്ല. അപ്പോൾ എന്തായാലും വിഷ്ണുവിന് വണ്ടി വിളച്ച് വന്നിട്ട് നമ്മൾ നേരെ പോത്തങ്ങോട്ടേക്ക്. അങ്ങനെ നമ്മൾ രാജകുമാരിയെ കഴിഞ്ഞ് നമ്മുടെ പുതിയ ട്രെൻഡ്സും കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് സ്റ്റുഡിയോയിലാണ് കേട്ടോ. കുറേ ദിവസമായി നമ്മൾ സ്റ്റുഡിയോയിൽ പോകണമെന്ന് വിചാരിക്കുകയാണ്. കാരണം അവിടെയാണെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ നമുക്ക് കിട്ടുമല്ലോ. കുറേ നാൾ ഇടാൻ പറ്റുന്ന ഡ്രസ്സുകൾ കിട്ടും. അതുകൊണ്ട് നമ്മൾ സ്റ്റുഡിയോയിലോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയ്ക്ക് അകത്തോട്ട് കയറിയിട്ട് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. എല്ലാവർക്കും അറിയാമായിരിക്കും സ്റ്റുഡിയോയിൽ ഒരു മ്യൂസിക് എപ്പോഴും ഇങ്ങനെ ഇട്ടിരിക്കില്ലേ. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മൾ താഴെ നമ്മുടെ ലേഡീസിനുള്ളതൊക്കെ ഇങ്ങനെ നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഫസ്റ്റ് മുകളിൽ പോയിട്ട് ദേവുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് എന്താണ് വേറെ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ദേവുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ കുറേ കളക്ഷൻസൊക്കെ എനിക്ക് ഇഷ്ടമായി. കാരണം നമുക്ക് അവൾ അങ്ങനെ ഇട്ട് കാണാൻ ആ ഒരു ഡ്രസ്സിൽ ഇട്ട് കാണാൻ ഭംഗിയുള്ള കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാം നമ്മളെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പറ്റുന്നത് 1-2 ഐറ്റംസ് എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ നോക്കുന്നത്.
അപ്പോൾ എനിക്കിവിടെ കിടക്കണ ഒരു ബ്ലാക്ക് ഉടുപ്പുണ്ടായിരുന്നു കേട്ടോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴുണ്ട് ദേവുട്ടിക്ക് എടുക്കാമെന്നും പറഞ്ഞ് നിന്നിട്ട് വിഷ്ണു ദേ പോയിട്ട് ഒരു ബ്ലാക്ക് ടീഷർട്ട് എടുത്ത് ഇട്ട് നോക്കി, ഇഷ്ടപ്പെട്ടു. എനിക്ക് 700 സംതിങ് എങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു. 700 ആണോ 700 കറക്റ്റ് ഓർമ്മയില്ല, എത്രയായിരുന്നു റേറ്റ് എത്രയായിരുന്നു. അപ്പോൾ ഈ ഒരു ടീഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോഴത്തേക്ക് ദേവുട്ടിക്ക് വേണ്ടിയിട്ട് എടുത്ത ഇതാണ് കേട്ടോ. നമ്മൾ ഒരു പാൻറ്റും അതിന് മാച്ചാവുന്ന ഒരു ക്രോപ്പ് ഉടുപ്പും ഒരു ഉഡീസ് പോലത്തെ കേട്ടോ, പിന്നെ ഒരു ഫാൻസി ജില്ലെന്നിരിക്കുന്ന ഒരു ഫാൻസി ഉടുപ്പ്. ഈ ഉടുപ്പ് ഇടുമോ എന്നുള്ള ഭയങ്കര ഡൗട്ടായിരുന്നു, പക്ഷേ ആ ഉടുപ്പ് അവൾ ഇട്ടു കിട്ടാ. ഞാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വോയിസ് റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ എന്തായാലും അവൾ ആ ഉടുപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു, നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ദേവുട്ടിക്ക് എന്തൊക്കെ എടുത്തു എന്നുള്ളത് കാണിക്കണേ. ഫസ്റ്റ് ഒരു പാൻറ് എടുത്തു, പിന്നെ അതിന് മേച്ചായിട്ടുള്ള ഒരു ഉടുപ്പ്, പിന്നെ ഇത് ഈ ഒരു ഫ്രോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ വിഷ്ണുവിന് 2 ബ്ലാക്ക് ടീഷർട്ടാണ് എടുത്തത്, ഒരു ഫുൾ കൈയും ഒരു ഹാഫ് കൈയുമാണ് എടുത്തത്. ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞിട്ട് അത് 2 ബ്ലാക്ക് വേണ്ട, വേറെ കളർ എടുക്കാൻ പറഞ്ഞു. പക്ഷേ അവൻ ബ്ലാക്ക് മതി എന്ന് പറഞ്ഞ്. അപ്പോൾ എന്താണ് ഞാൻ അങ്ങനെ ചിരിച്ചതെന്ന് വെച്ചാൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ് എടാ ഇനി നമുക്ക് പോവാമെന്ന് പറഞ്ഞ്. അപ്പോഴാണ് ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞത് നമ്മൾ എന്താണ് ആക്ച്വലി വന്നത്, എനിക്ക് ഉടുപ്പ് എടുക്കാൻ തന്നെയെന്ന് പറഞ്ഞു. അപ്പോഴാണ് വിഷ്ണു ചിരിച്ചത്, ഞാനും ചിരിച്ചത്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കി. ഞാൻ ഈ ഒരു ടീഷർട്ട് എടുത്തു, പക്ഷേ ഇത് XL ആയിരുന്നു കേട്ടോ. XL എന്ന് പറയുമ്പോൾ എൻ്റെ കൈ നോക്കിയേ എന്ത് വലുതാണോ നോക്കിയേ, കൈയും വലുത് സൈഡും വലുത്. പിന്നെ ജസ്റ്റ് ഞാൻ ഇങ്ങനെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ ബാക്കിലോട്ട് പിടിച്ചു വെച്ചിട്ടാണ് ഞാൻ എടുത്തത്. പിന്നെ ഞാൻ പോയിട്ട് വേണ്ട നമുക്ക് തിരിച്ചു പോകാം, നിങ്ങൾക്ക് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴാണ് കുറച്ച് ടോപ്പ് ഇതുപോലത്തെ കുറച്ച് 299 399 കുറച്ച് ടോപ്സ് കണ്ടത്. അപ്പോൾ വിഷ്ണു പറഞ്ഞ് ഇതിൽ നിന്ന് എടുക്കാം, നമുക്ക് 2-3 എണ്ണം എടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇത് ഇത്രയാണ് കേട്ടോ ട്രയൽ നോക്കാൻ വേണ്ടിയിട്ട് എടുത്തു വന്നത്. ഇതൊക്കെ എൻ്റെ സൈസല്ല, ഇതൊക്കെ ഇതായിരുന്നു. ഇതൊക്കെ ലാർജോ ഇതൊക്കെ മീഡിയം ആയിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇട്ട് നോക്കിയത് ഫുള്ള് മീഡിയം ആയിരുന്നു. പക്ഷേ എനിക്ക് വേണ്ടിയിരുന്നത് സ്മോളാണ്, സ്മോൾ ഒന്നുമില്ലായിരുന്നു. പിന്നെ വിഷ്ണു പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് മിഷൻ ഉണ്ടല്ലോ, നമുക്ക് ഷേപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് പോണത് കേട്ടോ. നമുക്കിവിടെ ഒരു ഫോട്ടോ എടുത്താലോ? അങ്ങനെ നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞ് ബില്ല് കണ്ട് ഞാൻ ചെറുതായിട്ടൊന്നും തല കറങ്ങി. പിന്നെ കുഴപ്പമില്ല, വല്ലപ്പോഴും അല്ല. ഞാനാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് പോലും വാങ്ങിക്കാറില്ല. ഇതുപോലെ വല്ലപ്പോഴും ഞാൻ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ ഈ ഒരു ഉടുപ്പ് ഞാൻ ഇവിടെ നമ്മൾ കേശവദാസ് കൊടുക്കണം സ്റ്റുഡിയോയിൽ. അതായത് സ്റ്റുഡിയോ അങ്ങനെ പോകുമ്പോൾ മാത്രമേ ഞാനൊരു ഷോപ്പ് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ അങ്ങോട്ട് പോയിട്ട് സംസാരിക്കാം. നമുക്ക് വെള്ളം താഴ്ച ട്രൈ ചെയ്യണ്ട, ലൈൻ കുടിക്കാൻ വന്നതാണ്. ബില്ല് കാണിച്ചു തരട്ടാ. ബില്ല് ഫോണിലാണ് കേട്ടോ പറഞ്ഞത്. അയ്യോ എങ്ങനെ അങ്ങനെ ഈ വെയിലത്തൊക്കെ ഫുള്ള് കറങ്ങി നടന്നിട്ട് വന്നിട്ട് ഈ ഒരു ലൈം കുടിക്കുമ്പോൾ സുഖമുണ്ടല്ലോ, അത് വേറെ ഒന്നും തന്നെയാണ്. അപ്പോൾ എന്തായാലും ലൈം കുടിക്കുകയാണ്. വിഷ്ണു പപ്സ് കൊണ്ട് കഴിക്കുകയാണ്. ഞാൻ ആ പപ്സ് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോക്കിയിരിക്കണത്. അവസാനം എനിക്ക് പപ്സ് തന്നു കേട്ടാ. അപ്പോൾ എന്തായാലും നമ്മളിനി വീട്ടിലോട്ട് പോട്ടെ. അങ്ങനെ നമ്മൾ വീടെത്തി കേട്ടാ. വീടെത്താൻ പോണതല്ല. ഓട്ടറാ എൻ്റെ മോളെങ്ങനെയാണ് പറഞ്ഞത്? ഓട്ടറാ ദേവിട്ടിക്കണു ഓട്ടറാ. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചു തരട്ടെ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത്. ഇത് ഷൈന ഓ കാശിയ മോനെ, കാശി വാടാ. മറ്റേ വണ്ടിക്കകത്ത് പക്ഷെ മറ്റേ വണ്ടിക്കകത്ത് വെച്ചാ ഇത് കഴിക്കാൻ വെച്ചത്. മടക്കി അതൊക്കെ തന്നെ മടക്ക്. കവറിന് ഓരോ പൈസ പേര് സൂടിയോ, കവറിന് ഓരോ പൈസ കൊടുക്കണം. I am a disco dancer. അതെന്റെ പനി ഇങ്ങോട്ടെടു. അത് അച്ഛൻ ചേരും നോക്കിട്ട് തന്നെ അച്ഛൻ എടുത്തത്. ചേരും. അത് നിങ്ങളെടുത്തോ?
ഭയങ്കര ഓവർ കളറൊന്നും അല്ല. കാണാ കൂടോ? അതല്ലേ ഞാൻ ഇട്ട് നോക്കിട്ട് കൊണ്ടുകൊടുത്ത് അതേപോലെ അവരെനിക്ക് തിരിച്ചിട്ട് കിട്ടത്. സുന്ദരി പെണ്ണേ ഒരുങ്ങിയാ? നീ കുളിച്ചാ? നീ എവിടെ പോണ? അതെന്താ നീ മന്തി കഴിക്കോളാ? പൊറോട്ട ചിക്കൻ മാത്രമേ കഴിക്കോളൂ. വരുമ്പോ എന്താണ് വരുമ്പോ എന്താണ് നല്ല കാഷ്വൽ വെയർ ആണ്. ഇതിന്റെ കൂടെ ഇപ്പൊ ഈ ജീൻസ് തന്നെ ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയായിരിക്കും. ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ സ്റ്റുഡിയോയിലും ഫ്രണ്ട്സിലൊക്കെ കയറുമ്പോൾ ഇതുപോലത്തെ ഷോർട്ട് ടോപ്പോ അല്ലെങ്കിൽ ഷർട്ടോ. ഇപ്രാവശ്യം സ്റ്റുഡിയോ ചെന്നപ്പോഴത്തേക്കും ഫുള്ള് മറ്റേ വിന്റർ വെയർ ആണ് കൊണ്ടിരുന്നത്. വിന്റർ വെയർ ആണുള്ളത്. കാശി അമ്മ പറഞ്ഞത് അവിടെ വിന്റർ വെയർ ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ. അങ്ങനെ ഞാൻ പോയി 2 ടീഷർട്ട് എടുത്തു. അതേന്ന് നോക്കിയപ്പോൾ ഷാനയ്ക്ക് ഒന്നും എടുക്കില്ല. ഷാനയ്ക്ക് എടുക്കാൻ പോയതാണ്. എന്നിട്ട് അവന് തുണി എടുത്തിട്ട് കൊച്ചിന് തുണി എടുത്തിട്ട് എന്റെ അടുത്ത് പറയണേ ഇനി നമുക്ക് പോവാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു പോവാം, നമ്മൾ എന്തിനാണ് ആക്ച്വലി വന്നേന്ന് ചോദിച്ചു. അപ്പോഴാൻ പറ നിനക്ക് എടുക്കാനാണ് വന്നില്ലേന്ന്. രണ്ടും കറുപ്പ്. ഞാൻ പറഞ്ഞ വേറെ കളർ എടുക്കാൻ. വേണ്ട, അവന് കറുപ്പ് മതിയെന്ന് പറഞ്ഞു. ഒന്ന് ഇവിടെ വരെ ഉള്ളത്, ഒന്ന് ഇവിടെ വരെ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ വീട് കാണിക്കുന്നു. അമ്മക്ക് കിളക്കാൻ പോകുമ്പോഴത്തേക്ക് എമ്മി എമ്മി ചേട്ടനോട് കൊടുക്ക്. കാശി വല്ലാണ്ട് അങ്ങ് ഉണങ്ങിപ്പോയി. പിന്നെ ഈ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാം സ്മോൾ അല്ലേ? എല്ലാം സ്മോൾ ആണ്. ഏതോ ഒരെണ്ണം മാത്രം മീഡിയം ഉണ്ട്. അത് വെച്ച് വലുതാ. ആ നീലുണ്ട്, പക്ഷെ അതിന്റെ നോക്കിയിട്ട് ചെറിയ സൈസ് അവിടെ കണ്ടില്ല. ഇതും ഇത്തിരി ലൂസാണ്. ഇതെല്ലാം നിങ്ങളുടെ പറയണെന്തെന്ന് അറിയാമോ? ടച്ച് കൊടുക്കാനാണ്. എല്ലാം നല്ല ലൂസാണ് കേട്ടോ. ഈ സ്മോളൊക്കെ എന്താന്നല്ലേ ലൂസ്. ഇത് സ്മോളാണ്. അപ്പൊ ഇതാണ് സൈസ്. ഇത് മീഡിയം ആണ്, ഇത്തിരി വലുതാണ്. എന്നാലും പിന്നെ കുഴപ്പമില്ല, നമുക്ക് അടിക്കാൻ സൈഡിരിക്കാം. ഇവിടെ ഇങ്ങനെ സംഭവം ഉണ്ട്. ഇത് എത്ര രൂപ? ഇത് 399 കേട്ടാടാ. എന്താടാ ഇത് 399 ബ്ലാക്ക്. അവന് മാച്ച് ആയിട്ട് അവന്റെ ഡ്രസ്സിന് മാച്ച് ആയിട്ട് ബ്ലാക്ക് 4-5 മാഞ്ചമ്മ എന്നെ ഉടുത്ത്. ഇതും ആ ബ്ലൂവിന്റെ പോലത്തെ തന്നെ ഇവിടെ ഒരു സംഭവം ഉള്ളതാണ്. അപ്പൊ ഇതെന്തോ ഇത് 399 ആയിരിക്കും. കറക്റ്റാണ്, ഇത് 399. പക്ഷെ തുണി കൊള്ളാം. തുണി കൊള്ളാം, നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നല്ല സ്റ്റാൻഡേർഡ്. ഭയങ്കര കാരണം ഇനിയിപ്പോ അടുത്തെന്ന് പറഞ്ഞാൽ ചൂട് സമയമാണ്. ചൂട് സമയത്ത് ഈ കറുത്ത ടോപ്പ്, അതായത് ടോപ്പൊക്കെ ഇട്ടുണ്ടെങ്കിൽ സുഖമാണ്. ഇവിടെ ഇങ്ങനെ പോകാനായല്ലേ. ഞാൻ ഇനിയിപ്പോ അടുത്ത ആഴ്ചോട്ട് ജോലിക്ക് പോയില്ലേ. അപ്പൊ ഇത്രയാണ് എനിക്ക് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ കൊറേ എന്റെ കീറി നിന്റെ എങ്ങനെ കീറും? ഞാനല്ലേ ബില്ല് പേ ചെയ്തത്. അതിന് ഞാൻ അയച്ചിട്ടുണ്ട്. ദേവുട്ടിക്ക് വിച്ചുനുണ്ട്. ദേവുട്ടിക്ക് ഒരെണ്ണം, ഇതും അതിന് മാച്ചിങ് ആയിട്ട് ഒരു ഉടുക്കും കേട്ടോ. ദേവുട്ടിക്ക് നോക്കുമ്പോനെ ഇഷ്ടപ്പെട്ടോ കുഞ്ഞിന്? ഇത് ഇവിടെ അമ്മ വെച്ച് നോക്കട്ടെ. അമ്മ വിചാരിച്ച വലുതായിരിക്കുന്നു മോന്. ഇങ്ങനെ പിടിച്ചോ, കയ്യിലതാക്കല്ലേ. നൈസല്ലേ? ഈ ഇത് ഞാൻ കണ്ടുപിടിച്ചത്. ഇത് ഇഷ്ടം. പിന്നെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ എടുത്തതാണ്. പിന്നെ ഇവള് ഇതുപോലത്തെ ഉള്ളത് ഇടൂല. പിന്നെ എല്ലാം ഈ 99 കളി തന്നെ. പക്ഷെ നല്ല ഭംഗിയായിരിക്കും ഇട്ട് കഴിഞ്ഞാൽ. ഈ ക്ലിപ്പിന്റെ ഇടയിലൊക്കെ എഡിറ്റ് ചെയ്യാത്ത കുറച്ച് ക്ലിപ്പുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് അതുപോലെ നീ ആഡ് ചെയ്യണം. ഇത്രയാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഇതെന്തുവാടാ, അത് ഞാൻ എടുത്തത് ഒരു പെർഫ്യൂം. പിന്നെ ലിപ്സ്റ്റിക്ക്, ക്യൂടെക്സ് എടുത്തിട്ടുള്ളത്. ലിപ്സ്റ്റിക്ക് വിഷയം. ലിപ്സ്റ്റിക് വർക്ക് കാണണമെങ്കിൽ ഇതിന്റെ പുറകിൽ വാങ്ങിയാൽ ഞാൻ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കൊള്ളാം, പക്ഷെ അത് എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ ഇങ്ങനെ കയറിയിട്ട് ഇവിടെ ഇങ്ങനെ ഇറങ്ങി നല്ല ഷർട്ടായിരുന്നു. ഞാൻ പിന്നെ അതെടുത്തിട്ട് ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ട്, കാരണം ഇഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ട്. അങ്ങനെ അന്ന് വെച്ചാൽ ബ്ലാക്ക് ടീഷർട്ടും ബ്ലാക്ക് ടോപ്പൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഒരു ഷോപ്പിലോട്ട് വന്നേക്കാണേ. ഇതൊക്കെ വാങ്ങിച്ചു തരാം. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞ ഒരു ഷോപ്പാണ് കേട്ടോ. അവിടെ നമ്മൾ വന്നേക്കാണ് സാധനം കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നതാണ്.
അതിനുശേഷം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴിക്ക് തീറ്റ വാങ്ങിക്കണമെന്ന്. അങ്ങനെ തീറ്റ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണു പോയി നിൽക്കുവാണ്. അപ്പോൾ തീറ്റയും കൂടെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ പോകും കേട്ടോ വീട്ടിലോട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.